ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ഇൻ്റഗ്രൽ നോക്കൂ 525 ഇൻ്റഗ്രൽ ഫ്രം 0 to π/2 നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് dx ഈസ് ഈക്വൽ ടു, അതിൻ്റെ ആൻസർ ഈ ഒരു ഫോമിലാണ്, n × √2 n × √2 - 64 ദെൻ വാട്ട് വിൽ ബി n. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. 525 അവിടെ കിടക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. തൽക്കാലം നമുക്ക് ഇൻ്റഗ്രൽ 0 to π/2 എന്ന് എഴുതാം. ഓക്കെ, 525 നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ 0 to π/2 sin to x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. അപ്പം ഞാൻ 2 sin x എഴുതി, ഇൻറ്റു cos x ഉണ്ട്. പക്ഷെ അവിടെ ഒരു cos raised to 11/2 x ഉണ്ട്. അപ്പോൾ cos x ഇൻറ്റു cos raised to 11/2 x എന്ന് പറഞ്ഞാൽ cos raised to 11/2 + 1 ഇറ്റ് ഈസ് 13/2 അല്ലേ. 13/2 x into 1 plus cos to the power 5/2 x the whole power is 1/2 then into dx. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമേ വന്നിരിക്കുന്ന ഇൻ്റഗ്രേഷനിലെ ഒരു സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ cos x എന്ത് ചെയ്യാണ് നോക്കൂ. cos x-ന്റെ ഡെറിവേറ്റീവ് ആണ് sin x. ഇറ്റ് ഈസ് ദർ. cos x-ന് നമ്മൾ t എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. cos x-നല്ല, അതിൻ്റെ പവറിൽ 1/2 വരുന്നത് കൊണ്ട് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ cos x-നല്ല t കൊടുക്കുന്നത്, റൂട്ട് cos x-ന് അല്ലെങ്കിൽ cos പവർ 1/2 നമ്മൾ t കൊടുക്കുക, അല്ലെങ്കിൽ t² എന്ന് കൊടുത്താലും മതി cos x-ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് cos x-ന് t² എന്നാണ്. cos x-ന് t² എന്ന് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി cos raised to 1/2 ആണ് t. സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -sin x ഉണ്ടാവും, ഇൻറ്റു dx ഇസ് ഈക്വൽ ടു 2t dt ആണ്. നമുക്ക് sin x dx മാത്രം മതി, സോ -2t dt എന്ന് വരും. ഓൾസോ വി ഹാവ് ടു ചേഞ്ച് ദ ലിമിറ്റ്. അപ്പം നോക്കുക, നമ്മൾ cos x നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് cos 0 1 ആണ്. സോ t² cos 0 ആവും, ദാറ്റ് ഈസ് 1. ഇവിടെ 1 എന്ന് കിട്ടും. cos π/2 0 ആണ്, സോ അപ്പർ ലിമിറ്റ് 0 എന്ന് വരും. പിന്നെ sin x dx പകരം -2t dt ആണ്. പിന്നെ ആ 2 ഉണ്ട്, ആ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. cos x എന്ന് പറഞ്ഞാൽ t² അല്ലേ. അപ്പോൾ cos raised to 13/2 എന്ന് പറയുമ്പോൾ എന്താ വരിക, t² the whole raised to 13/2 അല്ലേ. അപ്പോൾ ആക്ച്വലി അത് വരുന്നത് t raised to 13 എന്നാണ് വരിക. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് t raised to 5 വരും, ദ ഹോൾ പവർ 1/2 വരും. പിന്നെ വരുന്നത് -2t dt എന്നാണ് വരിക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി, ഈ -2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ -4 ആയി. ആ -4 എന്നുള്ള മൈനസിന് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 to 1 ആക്കി ഉണ്ടോ. ഇപ്പോൾ 1 to 0 എന്നുള്ള എന്തായിട്ട് മാറി, 0 to 1 ആയി ബൈ യൂസിങ് ദിസ് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് പോകുമ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് പ്ലസ് ചേഞ്ച് ആവും, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആകെയുള്ളത് t raised to 14 ഉണ്ട്, ബിക്കോസ് ദിസ് ഇസ് t raised to 13 ആൻഡ് ദർ ഇസ് 1 more t. സോ ദിസ് ഓൾ ബിക്കംസ് t raised to 14 then into 1 plus t raised to 5 the whole power is 1/2 then into dt. ഇത്ര ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇനി t raised to 14 എന്ന് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ t raised to 4 into t raised to 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി എഴുതാണ്. 4 into ഇൻ്റഗ്രൽ ഫ്രം 0 to 1. അപ്പോൾ ഞാൻ ഇതിന് t raised to 4 എന്ന് എഴുതി, ബാക്കി t raised to 10 ഉണ്ട്, അതിന് ഞാൻ t raised to 5 the whole square എന്ന് എഴുതി. ഓക്കെ, പിന്നെ വരുന്നത് 1 plus t raised to 5 the whole power 1/2 right then into dt. Now I am going to substitute t raised to 5 is equal to z എന്ന് കൊടുത്തു. t raised to 5 is equal to, okay, you can use this one. കോംപ്ലിക്കേറ്റഡ് കൊടുത്തോ. 1 plus t raised to 5 is equal to z² എന്ന് കൊടുക്കുക, because there is a root. 1 plus t raised to 5 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് the proper way, because 1 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് ബിക്കം 0 അല്ലേ. അപ്പോൾ 1 plus t raised to 5 ഹോൾ പവർ 1/2 ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗിവിങ് z². എപ്പോഴും 1/2 പവർ വന്നു കഴിയുമ്പോൾ z² ആണ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരിക. സോ 5 into t raised to 4 dt is equal to 2z dz എന്നാണ് വരിക. Now we have to change the limit. Okay, so 4 into integral from z, നമ്മൾ tക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ z എന്താ വരിക, z is 1. ഓക്കെ, 1. ഇനി z ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 1 2. അപ്പോൾ ആക്ച്വലി z എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √2 ആണ് വരിക. സോ √2. സോ ഇൻ്റഗ്രൽ ഫ്രം 1 to √2 ആണ് വരിക. ദെൻ and now t raised to 4 is there, right? t raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്, t raised to 4 is actually 2z by 5 into dz ആണ്. എനിവേ t raised to 4 നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് t raised to 5 is what? t raised to 5 is nothing but z² minus 1. So we write z² minus 1, but there is a square. And 1 plus t raised to 5 is z². Then we have whole power 1/2. So it will become what? See,
ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണേ, ഈ 1 പ്ലസ് ടി റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെഡ് സ്ക്വയർ ആണ്, ബട്ട് ദർ ഇസ് എ പവർ 1/2. അപ്പോൾ ആക്ച്വലി അതെന്താ വരിക, സെഡ് ആണ് വരിക. സോ ദിസ് ഇസ് സെഡ് ഇൻറ്റു നൗ ടി റേസ് ടു 4 ഉണ്ട് അല്ലേ, ടി റേസ് ടു 4 ഡി ടി എന്ന് പറയുന്നത് ആക്ച്വലി 2z/5. സോ ദിസ് ഇസ് 2z/5 ഇൻറ്റു ഡി സെഡ് ആണ്. സോ ആൻഡ് ഫൈനലി 8/5 is constant, it comes outside, and then we have a 1 to root 2 limit, then we have a z square minus 1 the whole power 2, and we have a z square dz, right? Now z square means whole square, you can expand, then you multiply with the z square, then you integrate it and apply the limit and get the answer. Okay, with the chain 8/5 is there, so 8/5 integral from 1 to root 2, yes, then what do you have, z square minus 1 the whole square. Now we have to expand it, z square minus 1 whole square expand ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, z raised to 4 minus, then we have a 2z square, right? 2z square then plus 1. Now into z square is there, so into z square into dz. Now z square അകത്തേക്ക് multiplication ചെയ്യാം. So what do you get finally, z 8/5 integral from 1 to root 2, അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് z raised to 6 minus 2z raised to 4 plus z square എന്ന് കിട്ടും. Then we have a dz. ആ z square ഞാൻ കംപ്ലീറ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. So we have this അല്ലേ, z raised to 4 z raised to 6 minus 2z raised to 4 plus z square into dz. Everything it is clear, right? Now this equal to 8/5 into, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് z raised to 7/7 വരും, minus 2z raised to 5/5 വരും, plus z raised to 3/3 വരും. Then the limit is taken from 1 to root 2. ഇനി upper limit minus lower limit ചെയ്യുക, so 8/5 into root 2 raised to 7 ആണ്. root 2 raised to 7/7, root 2 raised to 7/7 എന്ന് പറയുമ്പോഴത്തേക്കും ആൻസർ എത്ര വരും മക്കളെ പറഞ്ഞേ, 8 root 2 അല്ലേ വരിക, 8 root 2 ഡിവൈഡ് ബൈ 7 എന്ന് വരും, മൈനസ് 2 ഇൻറ്റു ഇവിടെ വരുന്നത് 8 root 2 തന്നെ ഡിവൈഡ് ബൈ 5 പ്ലസ് ഇവിടെ വരുന്നത് എന്താണ്, ആക്ച്വലി 2 root 2 അല്ലേ, ഇവിടെ 2 ഉണ്ടാവില്ല, ദർ ഇസ് ഓൺലി 8 root 2 മൈനസ് 8 root 2 ഡിവൈഡ് ബൈ 5 പ്ലസ് ഇത് 2 root 2 ഡിവൈഡ് ബൈ 3. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് 1/7 മൈനസ് 2/5 പ്ലസ് 1/3 എന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ലോവർ ലിമിറ്റ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ഇറ്റ് 8/5 ഇൻറ്റു, ഓക്കെ 8/5 ഇൻറ്റു, പിന്നെ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെ യു ഹാവ് ടു ടേക്ക് LCM. അപ്പോൾ 7 × 5 35 × 3 105 വരും. LCM ഈസ് 105. സോ 105 ചെയ്യുന്ന സമയത്ത് വാട്ട് യു വിൽ ഗെറ്റ്, 120 root 2 വരും അല്ലേ, 120 root 2 minus 168 root 2, 168 root 2 plus 70 root 2 plus 70 root 2 ഉണ്ടാവും. ഓക്കെ, ഇത്രയും ഉണ്ടാവും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. മൈനസ് ഇതിവിടെയും LCM സെയിം 105 is the LCM. സോ ഇവിടെ എത്ര കിട്ടും, 35 വരും, റൈറ്റ്, നോട്ട് 35, it is 15. 50 into 7 is 105 ആണോ, യെസ്. അപ്പോൾ യെസ് 15 വരും, മൈനസ് അവിടെ വരുന്ന സമയത്ത് 42 വരും, ദെൻ പ്ലസ് 35 വരും. നിങ്ങൾ LCM ഒക്കെ എടുത്ത് ശ്രദ്ധിച്ച് നോക്കണേ, ഞാൻ ചെയ്തു പോകുന്നതെന്നുള്ളൂ. സോ ദിസ് ഈക്വൽ ടു 8/5 ഇൻറ്റു 120 root 2 മൈനസ് 160 root 2 പ്ലസ് 7 ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹൗ മച്ച് ഇറ്റ് ഈസ്, actually it is 22 root 2 അല്ലേ, 22 root 2 ഡിവൈഡ് ബൈ 105 മൈനസ് ഇവിടെ നമ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 15 മൈനസ് 42 പ്ലസ് 35 വിൽ ഗെറ്റ് 8/105 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 8/5. സോ ഇഫ് യു മൾട്ടിപ്ലൈ ദാറ്റ് what you will get finally 8/5 into this. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, നമുക്കൊരു 525 ഉണ്ട്. സോ യു ഹാവ് ടു, ഫൈനൽ ആൻസർ ഈസ് 525. 525 into this 8/5 into 22 root 2 by 105 minus 8/105 എന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 5ഉം 525ഉം കട്ട് ചെയ്യുന്ന സമയത്ത് 105 105 ഓക്കെ, യെസ് 105 വരും. ആ 105 നമുക്ക് കോമൺ ഔട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എത്ര കിട്ടും, 16 1 16 17 176 root 2 മൈനസ് 64 എന്നാണ് കിട്ടുക. ആൻഡ് വാട്ട് ഈസ് ദി ആൻസർ ഹിയർ?
176 √2 - 64 അല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി എന്ത് ഫോമാണ്? n√2 - 64 ഫോമിലാണ്. സോ വാട്ട് ഈസ് n? 176 ഈസ് യുവർ n, റൈറ്റ്? 176 ഈസ് n. അപ്പോൾ ഇതാണ് ആക്ച്വലി ആൻസർ വരിക. 176 √2 ആണ്, അത് n√2 ആണ്. സോ n യു ക്യാൻ കമ്പയർ, യു വിൽ ഗെറ്റ് n. ഇതാണ് n എന്ന് പറയുന്ന, ജസ്റ്റ് കമ്പയർ ചെയ്ത് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. സോ ദിസ് ആക്ച്വലി ഡിഫിക്കൽട്ടി ലെവൽ 1. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ട്, ലെങ്തിയാണ്. മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ആൻഡ് മിസ്റ്റേക്ക് വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് തന്നതുകൊണ്ട് നമുക്കിതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.